ചാലക്കുടിയിൽ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ രണ്ടാം പ്രതി ലിവിയ ജോസിനെ SIT സംഘം പിടികൂടി. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയ ജോസിനെ കസ്റ്റഡിയിലെടുത്തത്. ദുബായിൽ നിന്ന് മുംബൈ വഴി നാട്ടിലെത്താനുള്ള നീക്കത്തിനിടെയാണ് പോലീസ് നടപടി. കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എത്തരത്തിലായിരുന്നു പോലീസിന്റെ നീക്കം? എവിടെ നിന്നാണ് ഇവർ ഈ മുംബൈയിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. കേസ് വിവാദമാവുകയും ഈ കേസിൽ 72 ദിവസത്തെ ജയിൽവാസം അനുഭവിച്ചുകൊണ്ട് ഷീല സണ്ണി പുറത്തിറങ്ങുകയും ചെയ്തതോടുകൂടി തന്നെ ഈ ലിവിയ ജോസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. പോലീസിനും കുടുംബത്തിനും ഈ കേസിൽ ലിവിയയുടെ പങ്ക് സംശയിക്കത്തക്ക തരത്തിലുള്ള ചില തെളിവുകൾ കൂടി ലഭ്യമായിരുന്നു. ഇതിന് പിന്നാലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ഈ യുവതി ദുബായിലേക്ക് രക്ഷപ്പെട്ടിട്ടുള്ളത്. ജോലി തേടി ദുബായിൽ എത്തിയതിനു ശേഷം ഈ കേസിൽ 2 വർഷത്തോളം മുഖ്യപ്രതി നാരായണദാസ് ഒളിവിൽ കഴിഞ്ഞു. അതിനുശേഷം സംസ്ഥാന സർക്കാർ പ്രത്യേക SIT സംഘത്തെ നിയോഗിച്ച് കേസിന്റെ അന്വേഷണം കൈമാറി. അതിനുശേഷം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത് മാസങ്ങൾക്കുള്ളിൽ മുഖ്യപ്രതിയായ നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഈ കേസിൽ ലിവിയ ജോസിന്റെ രണ്ടാം പ്രതിയായിട്ടുള്ള യുവതിയുടെ പങ്ക് വ്യക്തമാകുന്നത്. ഈ കുടുംബ വഴക്കടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഷീല സണ്ണിയോടുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഇവരെ കേസിൽപ്പെടുത്തുന്നതിനായി ബോധപൂർവം ലഹരി മരുന്നുകൾ ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലുമായി ഒളിപ്പിച്ചു വെച്ചത് ലിവിയാണെന്ന് നാരായണദാസും മൊഴി നൽകി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിരുന്നു. ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് ഈ ദുബായിലുള്ള ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് കസ്റ്റഡി എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഇന്ന് മുംബൈയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.